ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കറ്റിങ്ങിലെ കുറച്ച് ടേംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ്, നീഡ്സ്, ഡിമാൻഡ്, വാണ്ട്സ്, പ്രൊഡക്റ്റ്, വാല്യൂ, സാറ്റിസ്ഫാക്ഷൻ, എക്സ്ചേഞ്ച്, ട്രാൻസാക്ഷൻ, ഇങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ടേം ആണ് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റ് എന്നുള്ള ടേമിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് ആണ് ഇന്ന് പ്രധാനമായും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ് മാർക്കറ്റ് എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. നമുക്കറിയാം, ദ വേർഡ് മാർക്കറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് മാർക്കറ്റസ്, വിച്ച് മീൻസ് എ പ്ലേസ് വെർ ബിസിനസ് ഈസ് കണ്ടക്റ്റഡ്. അതുപോലെ തന്നെ നമ്മളൊരു മീനിങ് പഠിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെർ ഗൂഡ്സ് ആൻഡ് സർവീസസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ മാർക്കറ്റിന്റെ ചില ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കിവിടെ 5 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. That is first one, geographic location. That is classification on the basis of geographical location. Then second one, that is on the basis of time. Then third one, classification on the basis of nature of transaction. Then classification on the basis of volume of business. The last one, that is classification on the basis of regulation. ഓക്കെ, ഇങ്ങനെ 5 ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എളുപ്പമുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ദാറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വി ക്യാൻ ക്ലാസിഫൈ ദ മാർക്കറ്റ് ഇൻടു 4. ഏതൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ലോക്കൽ മാർക്കറ്റ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റ് ആണ്. ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോക്കൽ മാർക്കറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ ലോക്കൽ മാർക്കറ്റ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ലിമിറ്റഡ് ടു എ സ്മോൾ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോക്കൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് റീജിയണൽ മാർക്കറ്റ്. Then here the regional market is wider than the local market. റീജിയണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ മാർക്കറ്റിനേക്കാൾ കുറച്ചുകൂടി എന്താണ്, വൈഡർ ആയ മാർക്കറ്റാണ് എന്ത് റീജിയണൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കവർ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റീജിയണൽ മാർക്കറ്റ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് റീജിയണൽ മാർക്കറ്റ്. ദെൻ തേർഡ് വൺ, ദാറ്റ് ഈസ് നാഷണൽ മാർക്കറ്റ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു നാഷണൽ ബൗണ്ടറിക്കുള്ളിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാഷണൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരം മാർക്കറ്റിൽ വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ആ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ദാറ്റ് ഈസ് ഒരു നാഷണൽ ബൗണ്ടറിക്ക് ഉള്ളിലായിരിക്കും. അപ്പോൾ നമുക്ക് നാഷണൽ മാർക്കറ്റിനെ ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് അണ്ടർ ദിസ് മാർക്കറ്റ്, ദാറ്റ് ഈസ് അണ്ടർ നാഷണൽ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ് ഈസ് ലിമിറ്റഡ് ടു എ സ്പെസിഫിക് കൺട്രി. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അതായത് എന്താണ്, ബിയോണ്ട് ദി നാഷണൽ ബൗണ്ടറി ആയിരിക്കും അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ വെക്കുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഗ്ലോബൽ ലെവലിൽ ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഹിയർ ഡിമാൻഡ് ഫോർ ഗൂഡ്സ് ഈസ് എന്താണ്? ഇന്റർനാഷണൽ, ദാറ്റ് ഈസ് ഗൂഡ്സ് ക്യാൻ ബി ട്രേഡഡ് ഇൻ വേൾഡ് വൈഡ്. ഓക്കെ, അപ്പോൾ 4 പ്രധാനപ്പെട്ട മാർക്കറ്റ് ആണുള്ളത്. ലോക്കൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് വിത്തിൻ എ സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ. റീജിയണൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് വൈഡർ ദാൻ ദി ലോക്കൽ മാർക്കറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് നാഷണൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് ഡിമാൻഡ് ഈസ് ലിമിറ്റഡ് ടു എ സ്പെസിഫിക് കൺട്രി. ദെൻ ഇന്റർനാഷണൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് ഗൂഡ്സ് ക്യാൻ ബി ട്രേഡഡ് ഇൻ വേൾഡ് വൈഡ്. ഓക്കെ, ദെൻ ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. ദാറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് ടൈം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ദാറ്റ് ഈസ് വെരി ഷോർട്ട് പീരീഡ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റിൽ നമ്മൾ സാധാരണ പെരിഷബിൾ ഗുഡ്സ് ആണ് വാങ്ങുകയും വെക്കുകയും ചെയ്യുക. പെരിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകുന്ന ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുക? പെരിഷബിൾ ഗുഡ്സ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് കേടായി പോകാത്ത ഗുഡ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റിൽ സാധാരണഗതിയിൽ പെരിഷബിൾ ഗുഡ്സ് ആണ് വാങ്ങുകയും വെക്കുകയും ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫ്രൂട്ട് മാർക്കറ്റ് ആണെങ്കിൽ അതെന്താണ്? വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് ആണ്. ഫിഷ് മാർക്കറ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് ആണ്. കാരണം അതൊക്കെ എന്താണ്?
പെരിഷബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത, അവിടുത്തെ ഗുഡ്സിൻ്റെ സപ്ലൈ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റില്ല. കാരണം ആ ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ തന്നെ, അതായത് ചെറിയൊരു കാലയളവിൽ തന്നെ അത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം, വിറ്റ് തീർക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിഷ് മാർക്കറ്റ്, ആ ഫ്ലവർ മാർക്കറ്റ്, ഫ്രൂട്ട് മാർക്കറ്റ്, ഇതൊക്കെ എന്താണ്, വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്, സപ്ലൈ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ഇൻ a very short period market cannot be controlled and changed. Okay, the next one, short period market. Okay, എന്താണ് ഷോർട്ട് പീരീഡ് മാർക്കറ്റ് എന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു പെരിഷബിൾ ഗുഡ്സ് വെക്കുന്ന മാർക്കറ്റിനെയാണ് വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഷോർട്ട് പീരീഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറബിൾ ഗുഡ്സ് ആണ് എന്ത് ചെയ്യുക, ഇവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. ദാറ്റ് ഈസ് റീപ്രൊഡ്യൂസബിൾ ഡ്യൂറബിൾ ഗുഡ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, സപ്ലൈ ക്യാൻ ബി അഡ്ജസ്റ്റ്. സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് കനോട്ട് ബി ഈസിലി അഡ്ജസ്റ്റഡ്. അതായത് സപ്ലൈന് നിങ്ങൾക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, ചെറുതായി നമുക്ക് സപ്ലൈയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അവിടെ ട്രാൻസാക്ട് ചെയ്യുന്നത് ഡ്യൂറബിൾ ഗുഡ്സ് ആയതുകൊണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ലോങ് പീരീഡ് മാർക്കറ്റ്. ഓക്കെ, ലോങ് പീരീഡ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഡ്യൂറബിൾ ഗുഡ്സ് തന്നെയാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി സമയം നമുക്ക്, അതായത് ഷോർട്ട് പീരീഡ് മാർക്കറ്റിൽ വിൽക്കുന്ന ഗുഡ്സിനേക്കാൾ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയ ഗുഡ്സ് ആണ് ഇവിടെ വിൽക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടും എന്തിന്, സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ ലോങ് പീരീഡ് മാർക്കറ്റ് ദെൻ സപ്ലൈ ക്യാൻ ബി ഈസിലി അഡ്ജസ്റ്റഡ്. സപ്ലൈ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈസിലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം 3 മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ വെരി ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, പെരിഷബിൾ ഗുഡ്സ് ആണ് ഇവിടെ വിൽക്കുക. ദെൻ ഒന്നാമത്തെ കാര്യം, 2 സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ടാമത്തത് ഷോർട്ട് പീരീഡ് മാർക്കറ്റ്, അതായത് റീപ്രൊഡ്യൂസബിൾ ഡ്യൂറബിൾ ഗുഡ്സ് ആണ് ഇവിടെ വിൽക്കുക. ദെൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സപ്ലൈ ക്യാൻ ബി സ്ലൈറ്റ്ലി അഡ്ജസ്റ്റഡ്. ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ലോങ് പീരീഡ് മാർക്കറ്റ്, അവിടെ ഡ്യൂറബിൾ ഗുഡ്സ് ആണ് വിൽക്കുക. ദാറ്റ് ഈസ് സപ്ലൈ ക്യാൻ ബി ഈസിലി അഡ്ജസ്റ്റഡ്. ഓക്കെ, അപ്പോൾ അത് 3 മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് റെഗുലേഷൻ. ഓക്കെ, നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, റെഗുലേറ്റഡ് മാർക്കറ്റ്. സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് അൺറെഗുലേറ്റഡ് മാർക്കറ്റ്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് ഗവൺമെൻറ് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡി റെഗുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലേറ്റഡ് മാർക്കറ്റ് എന്നുള്ളത്. ദാറ്റ് ഈസ് വെദർ ദ മാർക്കറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ എനി ഗവൺമെൻറ് ബോഡി ഇൻ ഓർഡർ ടു ഓവർകം ദി അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, ഇറ്റ് ഈസ് കോൾഡ് റെഗുലേറ്റഡ് മാർക്കറ്റ്. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും എന്താണ്, സാധാരണഗതിയിൽ അതിനെ നമ്മൾ റെഗുലേറ്റഡ് മാർക്കറ്റ് എന്നാണ് പറയുക. കാരണം അത് അത് സെബിയുടെ കൺട്രോളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് റെഗുലേറ്റഡ് മാർക്കറ്റാണ്. ഇനി എന്താണ് അൺറെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് അൺറെഗുലേറ്റഡ് മാർക്കറ്റ് ഈസ് ഫ്രീ മാർക്കറ്റ്. അവിടെ എന്തില്ല, there is no regulation or no strict regulation from government authorities. ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നും അവിടെ എന്തില്ല, സ്ട്രിക്റ്റ് റെഗുലേഷൻ ഇല്ല. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് റെഗുലേഷൻ, റെഗുലേറ്റഡ് മാർക്കറ്റ്, ദെൻ അൺറെഗുലേറ്റഡ് മാർക്കറ്റ്. റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതോറിറ്റി റെഗുലേറ്റ് ചെയ്യുന്നു. അൺറെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫ്രീ മാർക്കറ്റ്. ദർ ഈസ് നോ സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻ ഫ്രം ഗവൺമെൻറ്. Next one, on the basis of nature of transaction. Okay, on the basis of nature of transaction, market can be classified into, that is first one, future market. Okay, then second one, that is spot market. ആദ്യം spot market എന്താണെന്ന് പറയാം. Okay, spot marketനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ ഉടനെ പേയ്മെന്റ് നടക്കുന്ന മാർക്കറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്പോട്ട് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വെദർ ദി ട്രാൻസാക്ഷൻ ഈസ് മെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി വെദർ ദി പേയ്മെന്റ് ഈസ് മെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ട്രാൻസാക്ഷൻ, ഇറ്റ് ഈസ് കോൾഡ് സ്പോട്ട് മാർക്കറ്റ്. അതായത് ട്രാൻസാക്ഷന് ശേഷം ഉടനെ തന്നെ പേയ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക, ദെൻ സ്പോട്ട് മാർക്കറ്റ് എന്ന് വിളിക്കുക. ഇൻ ഫ്യൂച്ചർ മാർക്കറ്റ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ഇൻ ഫ്യൂച്ചർ. പേയ്മെന്റ് എന്താണ്, ഫ്യൂച്ചറിലാണ് എന്ത് നമ്മൾ പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് സ്പോട്ട് മാർക്കറ്റും ഫ്യൂച്ചർ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഓർക്കുക. ദാറ്റ് ഈസ് ഇൻ സ്പോട്ട് മാർക്കറ്റ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി
transaction. But in case of future market, payment will be made in future. ഫ്യൂച്ചറിലാണ് പേയ്മെൻറ്റ് മെയ്ഡ് ചെയ്യുക. ദെൻ ഇനി വേറൊരു ശ്രദ്ധിക്കാനുള്ള കാര്യം, സാധാരണഗതിയിൽ ഫ്യൂച്ചർ മാർക്കറ്റിൽ എപ്പോഴും കോൺട്രാക്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഫ്യൂച്ചർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ ഫോർവേഡ് കോൺട്രാക്റ്റ്, സ്വാപ്പ് കോൺട്രാക്റ്റ്, ഇങ്ങനെ കുറേ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് nature of goods. Okay, nature of goods in the case നമുക്ക് it can be classified into two, that is first one commodity market. ഒന്നാമത്തത് commodity market ആണ്. commodity market എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, that is here goods and services are bought and sold. commodity marketൽ എന്താണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, ഗൂഡ്സും സർവീസും ആണ്. Okay, but next one that is capital market. In capital market, that is here the financial assets are bought and sold. അവിടെ ഫിനാൻഷ്യൽ അസറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് ഗുഡ്സ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് വോളിയം ഓഫ് ബിസിനസ്. ഓക്കെ, on the base of volume of business, the market can be classified into two, that is first one that is wholesale market, then second one that is retail market. അപ്പോൾ നമുക്ക് അറിയാവുന്ന എളുപ്പമുള്ള ഭാഗമാണ് ഇത്. എന്താ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിയർ ദ ഗൂഡ്സ് ആൻഡ് സർവീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഇൻ ബൾക്ക്. ഓക്കെ അല്ലേ, നമ്മൾ എന്താണ് ലാർജ് ക്വാണ്ടിറ്റീസിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് റീറ്റെയിൽ മാർക്കറ്റ്, goods and services are bought and sold in small quantities. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടി നമുക്കത് നോക്കാം. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്. ദെൻ ദർ ആർ 5 classification, that is first one on the basis of geographical location, then second one time, then third one that is on the basis of nature of transaction, then volume of business, then last one on the basis of regulation. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദെൻ ഓരോന്നിലുള്ള സബ് ക്ലാസിഫിക്കേഷൻസ് ഓർമ്മ കിട്ടുന്നുണ്ടോയെന്ന് ഈ ചിത്രം നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് classification of markets. Okay, thank you.